ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ സംസ്കൃതം 4ാമത്തെ പാഠമാണ് ഞാൻ എടുക്കുന്നത്. അതിനു മുന്നേ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. 4ാമത്തെ പാഠം ഒരു കവിതയാണ്. അതിന് മുന്നേ എല്ലാ പാഠത്തിലും ഉള്ളതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വായിക്കാം. പാഠത്തിൻ്റെ പേര് കഥയതു ബാലേ. പാഠപ്രവേശനാത് പൂർവം ആരാമഃ ഇതി പ്രവർത്തനപുസ്തകേ പ്രഥമതഃ ആരഭ്യ തൃതീയപര്യന്തം പ്രവർത്തനാനി കരണീയാനി. എന്നും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ഈ പാഠം എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ആരാമഃ എന്ന് പറഞ്ഞിട്ടുള്ള പ്രവർത്തന പുസ്തകത്തിലെ 1 മുതൽ 3 വരെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, എന്നിട്ട് പാഠം തുടങ്ങുകയാണ്. അത് നിങ്ങൾ സ്കൂളിൽ നിന്ന് ചെയ്യും. അടുത്തത് പിന്നെ കൊടുത്തിരിക്കുന്ന കുറച്ച് മൃഗങ്ങളുടെയൊക്കെ ചിത്രമാണ് അല്ലേ. പാലിത ജന്തൂനാം നാമാനി വിവേചേതു വദതൂച്ച. നമ്മൾ വീട്ടിൽ മൃഗങ്ങളെ വളർത്താറുണ്ടല്ലേ. എന്തെല്ലാം മൃഗങ്ങളെയാണ് നമ്മൾ വീട്ടിൽ വളർത്താറ്? ആട്, പശു, പൂച്ച, നായ, അങ്ങനെയൊക്കെ വളർത്താറുണ്ടല്ലേ. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ വീട്ടിൽ വളർത്തുന്നവയും അല്ലാത്തവയും വേർതിരിച്ച് പറയാനാണ് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അല്ലേ, കരടിയെ നമ്മൾ വീട്ടിൽ വളർത്തുമോ? ഇല്ല അല്ലേ. അതുപോലെ നിങ്ങൾ കണ്ടുപിടിക്കുക. അടുത്തത് പറയുന്നത് വയം മൃഗാണാം നാമാനി പഠിതന്തഃ കില ഇദാനീം ജലാശയ സമീപം ഗത്വാ ജീവിനഃ പരിചിനുമ തേ കഥം ജീവന്തി ഇതി പശ്യാമ ഏക ബാലഗീതം ഗായാമ. നമ്മൾ കുറച്ച് മൃഗങ്ങളുടെ പേരൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ജലാശയത്തിൽ എന്നുവെച്ചാൽ വെള്ളത്തിൽ ജീവിക്കുന്ന കുറച്ച് ജീവികളെയൊക്കെ പരിചയപ്പെടാം. അവരെങ്ങനെയാണ് വെള്ളത്തിൽ ജീവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏക ബാലഗീതം ഗായാമ, ഒരു കുഞ്ഞു കവിത നമുക്ക് പാടാം. അപ്പം നമ്മുടെ പാട്ടിൻ്റെ കവിതേൻ്റെ പേരെന്താണ്? കഥയതു ബാലേ. പറയൂ കുട്ടി. ഞാൻ ഇതൊന്ന് മൊത്തത്തിൽ വായിക്കാം കേട്ടോ, നിങ്ങൾ കൂടെ പാടണേ. കഥയതു ബാലേ തടാകതീരെ കിം വാ പശ്യാമ വികസിതകുസുമം ഭേകം മീനം ഭഗം ച പശ്യാമ വദതു ച താത തടാകമധ്യേ കഥമിഹ നിവസന്തി ഭവനേ വയമിഹ സ്നേഹസമേതം സുഖേന നിവസന്തി. ഇതെന്താണ്? ഞാൻ ഓരോ വരിയായിട്ട് എടുത്ത് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. കഥയതു ബാലേ തടാകതീരെ കിം വാ പശ്യാമ. ഇവരെവിടെയാണുള്ളത്? ഒരു തടാക തീരത്താണല്ലേ. തടാകത്തിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ കുട്ടിയോട് ചോദിക്കുകയാണ്, പറയൂ കുട്ടി, തടാക തീരത്ത് നീ എന്തെല്ലാമാണ് കാണുന്നത്? ഇവിടെ എന്തെല്ലാം ഉണ്ട് നമുക്ക് നോക്കാം അല്ലേ. വികസിത കുസുമം ഭേകം മീനം ഭഗം ച പശ്യാമ. വികസിത കുസുമം, കുസുമം എന്ന് വെച്ചാൽ പൂവ്, വികസിച്ചിട്ടുള്ള എന്ന് വെച്ചാൽ വിരിഞ്ഞ പൂക്കളും പൂവും. വേഗം, വേഗം ബേഗഹ, ബേഗഹ എന്ന് വെച്ചാൽ മണ്ടൂകഹ, തവള. ബേഗഹ എന്ന് വെച്ചാൽ തവള. മീനം, മീനഹ, മീനഹ എന്ന് വെച്ചാൽ മീൻ. പിന്നെ ബഗ, ബഗഹ, ബഗഹ എന്ന് വെച്ചാൽ കൊക്ക്. അപ്പം എന്തെല്ലാമാണുള്ളത്? വിരിഞ്ഞ പൂവുണ്ട്, തവളയുണ്ട്, മീനുണ്ട്, കൊക്കുണ്ട്. ഇവയെല്ലാമാണ് കാണുന്നത്. അപ്പോൾ അടുത്തത് എന്താ നോക്കാം. വദതു ച താതാ തടാകമധ്യേ കഥമിഹ നിവസന്തി. വദതു ച താതാ, പറയൂ അച്ഛാ. തടാകമധ്യേ കഥമിഹ നിവസന്തി. തടാകത്തിനുള്ളിൽ ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് താമസിക്കുന്നത്? അപ്പം എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഭവനേ വയമിഹ സ്നേഹസമേതം സുഖേന നിവസന്തി. അവർ വീട്ടിൽ, നമ്മളെങ്ങനെയാണോ വീട്ടിൽ സ്നേഹത്തോടെ നിൽക്കുന്നത് അതുപോലെ സുഖമായിട്ടാണ് അവർ വെള്ളത്തിലും ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാനും. അപ്പോൾ അർത്ഥം കിട്ടിയില്ലേ? ഇനി ഞാൻ ഇതൊന്നും കൂടി വായിക്കാം, എന്നിട്ട് വീട്ടിൽ നിന്ന് വായിച്ച് പഠിക്കാം കേട്ടോ. വായിച്ചല്ല, പാടി പഠിക്കാം. കഥയതു ബാലേ, കഥയതു ബാലേ തടാകതീരെ കിം വാ പശ്യാമ വികസിത കുസുമം ഭേകം മീനം
ഭഗം ച പശ്യാമ വദതു ച താത തഥാഗമദ്യേ കഥമിഹ നിവസന്തി ഭവനേ വയമിഹ സ്നേഹസമേതം സുഖേന നിവസന്തി. അപ്പോൾ എല്ലാവർക്കും പാട്ട് ഇഷ്ടമായില്ലേ? അപ്പോൾ ഇതൊന്ന് പാടി പാടി പഠിക്കാം കേട്ടോ. ഇനി നമുക്ക് പഠന പ്രവർത്തനത്തിലേക്ക് കടക്കാം. ബാലകവിതാം സതാളം ആലപയതു. നമ്മളിപ്പോൾ ചെയ്തു അല്ലേ? ഈ കവിത താളത്തോടു കൂടി വായിക്കുക. എന്നിട്ട് അടുത്തതോ കവിതായാഹ ആശയം വദതു. ഈ കവിതയുടെ അർത്ഥം ഇപ്പോൾ ചേച്ചി പറഞ്ഞു തന്നില്ലേ? ഈ കവിതയുടെ ആശയം പറയാം. ശേഷം ചിത്രം ദൃഷ്ട്വാ ബന്ധുവാചക ശബ്ദാൻ വദതു. ചിത്രം നോക്കിയിട്ട് ആരൊക്കെയാണ് ഇവരാരെല്ലാം ആണെന്ന് പറയാൻ. ഇതിപ്പോൾ അച്ഛൻ, അമ്മ അങ്ങനെ ഉണ്ടല്ലേ. അവർക്ക് അച്ഛൻ എന്താ നമ്മൾ പാട്ടിൽ പഠിച്ചത്? താതാ. താതാ എന്ന് വെച്ചാൽ പിത, പിത എന്ന് വെച്ചാൽ അച്ഛൻ. അമ്മയ്ക്ക് എന്താ പറയുക? മാതാ, അമ്പ എന്നൊക്കെ പറയും അമ്മയ്ക്ക്. അനിയന് അനുജഹ. അങ്ങനെ അത് നോക്കിയിട്ട് ആരെല്ലാമാണെന്ന് നിങ്ങൾ മലയാളത്തിൽ ആദ്യം പറയുക, അത് സംസ്കൃതത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അടുത്ത പ്രവർത്തനം സൂചനാനുസാരം ബിന്ദൂൻ യോജയിത്വ അക്ഷരം വദതു ലിഖതു വർണ്ണേന ലേപയതു ച. അത് നമ്മൾ എല്ലാ പ്രവർത്തനത്തിലും ചെയ്യുന്നതാണല്ലേ. നമ്മൾ കുറേ അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? രാ പഠിച്ചു, പാ പഠിച്ചു, അങ്ങനെ കുറച്ച് അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അടുത്തത് ഏതാണ് പഠിക്കുന്നത്? ത. ഇതാണ് ത. നമ്മുടെ തത്ത, താറാവെന്നൊക്കെ എഴുതുന്ന ത അല്ലേ? ആ താണ് ഇത് ഫസ്റ്റിലുള്ള വ്യഞ്ജനാക്ഷരത്തിൽ ആദ്യം വരുന്ന ത ആണ് ഇത്. ഇതെങ്ങനെ എഴുതേണ്ടത്? ഈ ഏരോയിലൂടെ ഇങ്ങനെ എഴുതി താഴോട്ട് വന്ന് പിന്നെ ഇങ്ങനെ വരയ്ക്കുക. ഇത് നിങ്ങളിവിടെ ഇതിൽ കളറ് കൊടുക്കുക, പിന്നെ ഈ കുത്ത് യോജിപ്പിച്ച് ഇത് എഴുതി പഠിക്കുക, പിന്നെ ഇങ്ങോട്ട് പകർത്തി എഴുതി പഠിക്കുക. അതിനുശേഷം ചിത്രം ദൃഷ്ട ജീവിനാം നാമാനി വദതു. ഈ ചിത്രം നോക്കിയിട്ട് ഇതിലുള്ള ജീവികളുടെ പേര് പറയാനാണ് പറയുന്നത്. കൊക്കിനും തവളയ്ക്കും ഒക്കെ എന്താ പറയാന്ന് നമ്മൾ പഠിച്ചു. മീനിനും കൊക്കിനെന്താ പറയുക? ബഗഹ. തവളയ്ക്കോ? ഭേകഹ. മീനിന് മീനഹ. പിന്നെ കൊടുത്തിട്ടുള്ളത് ബന്ധുജനാനാം ഛായാചിത്രാണി സ്വീകൃത്യ സചിത്ര പുസ്തകേ യോജയിതു. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ബന്ധുക്കൾ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ചിത്രം ശേഖരിച്ചിട്ട് സചിത്ര പുസ്തകേ ലഭ്യതു. സചിത്ര പുസ്തകത്തിൽ ഒട്ടിക്കാനാണ് പറയുന്നത്. അമ്മയുടെ, അച്ഛൻ്റെ, അനുജൻ്റെ, അനുജത്തിയുടെ, അങ്ങനെ. സ്നേഹോപചാര ശബ്ദാൻ വദതു. പിന്നെ ഉചിതൈഹി വർണ്ണൈഹി ലഭ്യതു. ഇതിന് നിറം കൊടുക്കാനാണ് പറയുന്നത്. നമ്മൾ സ്നേഹത്തോടു കൂടി വിളിക്കുന്നതും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നത് അനുബന്ധ ഭാരതസ്യ ഔദ്യോഗിക പക്ഷി. നമ്മുടെ ഭാരതത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഇതെന്താണ്? മയിലാണല്ലേ. മയിലിന് സംസ്കൃതത്തിൽ പറയുക മയൂരഹ. എന്താണ്? മയൂരഹ. പിന്നെ ശബ്ദകോശം കൊടുത്തിട്ടുണ്ട്. അത് എന്നും പറയാറുള്ളത് പോലെ അതിലുണ്ട് അർത്ഥങ്ങളൊക്കെ ഇംഗ്ലീഷ് വായിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. കുസുമം എന്ന് വെച്ചാൽ പൂവ്, തടാകം തന്നെ, പിത എന്ന് വെച്ചാൽ അച്ഛൻ, ബഗഹ കൊക്ക്, ഭവനം വീട്, ബേകഹ തവള, മാതാ അമ്മ, മീനഹ മീൻ, സോദരഹ സഹോദരൻ, സോദരി സഹോദരി. അപ്പോൾ അത്രയേ ഉള്ളൂ നാലാമത്തെ പാഠം. എല്ലാ കുട്ടികൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.